പ്രവർത്തകനായ ശ്രീ ജോർജ് പൊടിപ്പാറ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ ജോർജ് പൊടിപ്പാറ, കൃത്യമാണല്ലോ ഇത് CPM ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്താലും അത്ഭുതപ്പെടേണ്ടതില്ലല്ലോ. കാരണം ഈ സമയത്ത് കേരള കോൺഗ്രസ് എമ്മിനെ കൈവിടാൻ എന്തായാലും CPM ആഗ്രഹിക്കുകയില്ലല്ലോ. അതല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് എത്രമാത്രം പ്രായോഗികമായിരിക്കും? അണികളും നേതാക്കളും ഏത് രീതിയിൽ ഇതിനെ എടുക്കും? അതിൽ അത്ഭുതമില്ല എന്നല്ല, അത് വളരെ സ്വാഭാവികമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. വളരെ 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 എളുപ്പത്തിൽ നമുക്കത് ഉൾക്കൊള്ളാനാവും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ ഇടതുമുന്നണിക്കെതിരെ അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണി വിജയകരമായി പരീക്ഷിച്ച ന്യൂനപക്ഷ ധ്രുവീകരണ ശ്രമങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ കൂടെ നിർത്താനുള്ള പരിശ്രമങ്ങൾ ഏറെക്കുറെ പാളിയ ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ മലബാർ മേഖലയിൽ വലിയ പ്രതീക്ഷകൾ അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെയോ അല്ലെങ്കിൽ അതിനടുത്തുള്ള ഒരു ഫലം അവർ പ്രതീക്ഷിക്കുന്നില്ല. കൂടുതൽ സീറ്റുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ സീറ്റുകൾ നഷ്ടപ്പെട്ടാൽ അത് ഭരണത്തിന്റെ ഒരു നഷ്ടത്തിലേക്ക് വരാതെ നോക്കാൻ ഏതെങ്കിലും രീതിയിൽ സാധിക്കുക എന്ന് പറയുന്നത് മധ്യ കേരളത്തിലെ സീറ്റുകളാണ്. എറണാകുളം, അതുപോലെ തന്നെ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, ഈ 4 ജില്ലകളിൽ സീറ്റ് നഷ്ടപ്പെട്ടാൽ അത് ഒരുപക്ഷെ ഭരണ നഷ്ടത്തിലേക്ക് പോകുന്നവർക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. അവിടെയെല്ലാം ഈ 4 ജില്ലകളിലാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്വാധീനമുള്ളത്. അവിടെ പല സീറ്റുകളിലും കേരള കോൺഗ്രസ് എമ്മിന്റെ സ്വാധീനം ഇല്ലെങ്കിൽ, അവരുടെ സഹായം ഇല്ലാതെ ഇടതുപക്ഷത്തിനായാലും UDF-നായാലും വിജയിക്കാൻ പറ്റില്ല. അപ്പൊ ഇരു മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഈ മധ്യ കേരളത്തിലെ കേരള കോൺഗ്രസ് എമ്മിന്റെ ആ ബെൽറ്റ് വളരെ പ്രധാനമാണ്. ഇടതുപക്ഷം അത് കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു കാരണവശാലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലായാലും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും കേരള കോൺഗ്രസ് എമ്മിന്റെ ഡിമാൻഡുകളൊക്കെ അംഗീകരിക്കാനാണ് സാധ്യത. അവരെന്താവശ്യപ്പെട്ടാലും കൊടുക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യബോധത്തോടെയാണ് ഇടതുമുന്നണി ഇത് കൈകാര്യം ചെയ്യുന്നത്. അതായത് വെറുതെ ഒരു സീറ്റിന്റെ അര സീറ്റിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും പഞ്ചായത്തിലെ ഏതാനും വാർഡുകളുടെ പേരിലുള്ള ഒരു തർക്കത്തിൽ ഏതെങ്കിലും രീതിയിൽ ആ കക്ഷിയെ പിണക്കാനോ അല്ലെങ്കിൽ അത് വേറെ വലിയ പിണക്കങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തണം എന്ന് പറയുന്നത് ഒരുപക്ഷെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ മാത്രം മുൻനിർത്തിയല്ല, അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ അതിന്റെ മുന്നോടിയായിട്ടാണ് ഇത്തരം ഒരു നിർദ്ദേശം ഓരോ തലത്തിലും കൊടുക്കുന്നത്. പ്രാദേശിക തലത്തിൽ അടക്കം ഇടതുമുന്നണി അല്ലെങ്കിൽ CPM വളരെ ജാഗ്രത പുലർത്തുന്നതിന് കാരണം കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു പ്രാധാന്യം ഒരു അക്ഷരാർത്ഥത്തിൽ തിരിച്ചറിയുന്നുണ്ട്. ശരി, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ശ്രീ റെജി ലൂക്കോസ് കൂടി ചേരുകയാണ്.